TVS APACHE RTR 204V. ഹലോ ഗൈസ്, mallutheecofreak എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. 2 വീലറിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് നിതിൻ ഒരു TVSൻ്റെ അപ്പാച്ചി 200 വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഹായ്. അപ്പം നിധി എത്ര ദിവസമായി വണ്ടി എടുത്തിട്ട്? ഞാനിപ്പോൾ എടുത്തിട്ട് 4-5 ദിവസം. എങ്ങനെയുണ്ട് വണ്ടീനെ കുറിച്ചിട്ട്? എന്താ അഭിപ്രായം നിതിൻ്റെ? പെർഫോമൻസ് അടിപൊളിയാണ്. നമുക്ക് കൂടുതൽ വണ്ടിയുടെ ഡീറ്റെയിൽസ് നമുക്ക് വണ്ടിയിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടിട്ട് തന്നെ നോക്കാം അല്ലേ? അപ്പോൾ നമുക്ക് വണ്ടിയുടെ റിവ്യൂയിലേക്ക് കിടക്കാം. ഇപ്പോൾ നമ്മൾ കൈമിലുള്ളത് അപ്പാച്ചി ബ്ലാക്ക് ആണുള്ളത്. 200 ബ്ലാക്കാണ് നമ്മൾ കൈമിലുള്ളത്. ബ്ലാക്കിൽ നല്ല അടിപൊളിയായിട്ട് റെഡ് ലൈനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല ഒരു ഡിസൈനാണ്. പണ്ടത്തെ ആ ഒരു ലോഗോ സ്റ്റൈലും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് അവർ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത് ഗേസ്. അപ്പോൾ നല്ലൊരു സ്പോർട്ടി ലുക്കാണ്. നമുക്ക് ഫ്രണ്ട് പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു DRL ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഹെഡ് ലാമ്പ് LED ഹെഡ് ലാമ്പാണ് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ടോപ്പിൽ ബ്രൈറ്റ് ലൈറ്റാണ് വരുന്നത്. ബ്രൈറ്റിൻ്റെ ടോപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. താഴെയായിട്ട് നമ്മൾ നോർമലി ഡിം ലൈറ്റിൻ്റെ ഇത് വെച്ചിട്ടുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സാണ് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇത് LED അല്ല, ഇത് ഹാലോജൻ ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ സ്മാർട്ട് കണക്ടിവിറ്റി ആണെന്നുള്ളതിൻ്റെ ഒരു ചെറിയ ലാബിളൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഗൈസ് ഇതിൻ്റെ മീറ്റർ കൺസോൾ വരുന്നത്. നമുക്ക് ഇഗ്നിഷൻ ഓണാക്കി നോക്കാം. അപ്പോൾ ഓണാക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ സ്റ്റാർട്ടപ്പ് വെൽക്കം ഇതൊക്കെ വരുന്ന കാണാം. പിന്നെ നമ്മൾ ഓണറിൻ്റെ പേരൊക്കെ ഇതിൻ്റെ അകത്ത് എഴുതി കാണിക്കും. വെൽക്കം നിതിൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പം ഇതിൻ്റെ സർവീസ് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇപ്പം സർവീസ് 500-750 വരുന്നത്. 500 സർവീസ് ചെയ്യാൻ ബാലൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് മേലെ ഏറ്റവും ടോപ്പിലായിട്ട് RPM മീറ്റർ ആണ് കാണുന്നത്. പിന്നെ ഫ്യൂവലിൻ്റെ കാണിക്കും. പിന്നെ വരുന്നത് ഇത് ഡിജിറ്റൽ സ്പീഡോമീറ്ററാണ്. പിന്നെ വരുന്നത് നമ്മൾ ടോട്ടൽ കിലോമീറ്റേഴ്സ് റൺ ചെയ്തത് റൈറ്റ് സൈഡിൽ വരുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്. പിന്നെ വരുന്നത് മോഡുകളാണ്. ഇതിൻ്റെ അകത്ത് 3 മോഡിലാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് റെയിൻ മോഡ്, പിന്നെ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അർബൻ മോഡ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് സ്പോർട്സ് മോഡ്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ നാവിഗേറ്റ് ചെയ്യുന്ന സിസ്റ്റമാണുള്ളത്. നമുക്കപ്പോൾ TVSൻ്റെ ആപ്പ് ഉണ്ട്. നമുക്ക് ഈ ആപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ നാവിഗേറ്ററും കാര്യങ്ങളൊക്കെ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഇപ്പം നമ്മൾ വണ്ടി എവിടെ പാർക്ക് ചെയ്തതെന്ന് വരെയുള്ള ലൊക്കേഷൻ വരെ നമുക്ക് ഈ ആപ്പ് വെച്ച് നമുക്ക് കിട്ടുന്നതാണ്. ടെയിൽ ലാമ്പ് LED ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹാലോജൻ ഇൻഡിക്കേറ്റേഴ്സാണ് വരുന്നത്. 2 സൈഡിലും നമ്മൾ റിഫ്ലക്റ്റേഴ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വരുന്നത് ഡ്യുവൽ ABS ആണ് കൊടുത്തിരിക്കുന്നത്. ഡ്യുവൽ ABS വിത്ത് ഡിസ്ക് ബ്രേക്കാണ് നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ബാക്കിൽ പോയി കഴിഞ്ഞാലും ബാക്കിലും ABS ആണ് വരുന്നത്. ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. സ്പോർട്ടി ഫിനിഷ് സൈലൻസർ ആണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബേക്കിലാണെങ്കിൽ മോണോ സസ്പെൻഷനാണ് ബേക്കിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാം. ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൂടിയുണ്ട്. അതായത് നമുക്ക് കുറച്ച് വെയിറ്റുള്ള ആളൊക്കെയാണ് നമ്മളെ കൂടെ ഉള്ളതെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് H എന്ന് പറഞ്ഞിട്ടൊരു മോഡ് വരുന്നുണ്ട്. മൈനസ് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് Hലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ഹാർഡാവും സസ്പെൻഷൻ. പിന്നെ Sലാണെങ്കിൽ കുറച്ച് നല്ല സ്മൂത്തായിരിക്കും. അപ്പം അധികം വെയിറ്റ് ഒന്നും ഇല്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ Sൽ വെച്ചിട്ട് വണ്ടി ഓടിച്ചാൽ മതി. ഇതിൻ്റെ എൻജിൻ സൈഡ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു 20.21 പവർ തരുന്ന ഒരു TVSൻ്റെ എൻജിനാണ് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഇത് ഓയിൽ കൂൾഡാണ്. നമ്മുടെ ഇത് വരുന്നത് ഫ്യൂൽ ഇഞ്ചക്ടറാണ്, കാർബേറ്റർ എൻജിനല്ല വരുന്നത്. പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു ഇത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 16.8 ന്യൂട്ടൺ മീറ്ററാണ് ഇതിൻ്റെ ടോർക്കിൽ മാക്സിമം ടോർക്ക് വരുന്നത്. 7500 RPMലാണ് ഈ ടോർക്ക് കിട്ടുന്നത്.
ഇതിൻ്റെ ടോട്ടൽ ഏറ്റവും കൂടുതൽ RPM വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 8500 RPM ആണ് ഇതിൻ്റെ മെയിനായിട്ട് വരുന്നത്. ഇതിന് കമ്പനി പറയുന്ന മൈലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 37 തൊട്ട് 40 km/ലിറ്റർ ആണ് കമ്പനി പറയുന്ന മൈലേജ്. കമ്പനി ഇതിന് നമ്മൾ TVS അപ്പാച്ചയ്ക്ക് 5 ഇയർ വാറൻറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് 60,000 കിലോമീറ്ററിൽ 5 ഇയർ, അല്ലെങ്കിൽ ഇതിലേതാണ് ആദ്യം എടുക്കുന്നത് വെച്ചാൽ അതായിരിക്കും ഇതിൻ്റെ വാറൻറ്റി പീരീഡ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ട് മഡ്ഗാർഡ് തന്നെ ഒരു TVS റേസിംഗ് എന്ന് പറയുന്ന ഒരു ലോഗോ ഒട്ടിച്ചിട്ടുണ്ട്. കൂടാണ്ട് നമുക്ക് TVSൻ്റെ മുഖമുദ്രയായിട്ടുള്ള ഹോൾസിൻ്റെ ഒരു ചിത്രമുണ്ട്. പിന്നെ RTR എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ലാബിലും കൂടി ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരു റെഡ് സ്ട്രിപ്പ് പോകുന്നുണ്ട്. ഒരു ഫ്രണ്ടിലേക്ക് പോകുന്ന ഒരു ചെറിയ എയറോ ആയിട്ടാണ് കാണിക്കുന്നത്. ഇത് എനിക്ക് തോന്നുന്നത് വണ്ടീൻ്റെ എയറോഡൈനാമിക് സ്റ്റൈല് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു ഡിസൈനായിട്ട് മാറിയിട്ടുണ്ട് ആ സംഭവം. നമുക്ക് ബാക്കിലോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ RTR 200 4V എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ലാബിലും കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിൽ അപ്പാച്ചി. ഇപ്പോൾ നോർമൽ വണ്ടീനകത്തും വ്യത്യസ്തമായിട്ട് കുറച്ച് സൈഡിലോട്ടേക്കാണ് ഇതിൻ്റെ ഫ്യൂവലിൻ്റെ ഓപ്പണിങ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ടാങ്കിൻ്റെ ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു RTR 200 എന്ന് പറയുന്ന ചെറിയൊരു ലാബിലും കൂടി കാണാം. അപ്പോൾ നമുക്കിന്ന് ഈ ബാക്കിലത്തെ സീറ്റ് ഒന്ന് റിമൂവബിൾ ആണ്. അപ്പോൾ നമുക്ക് സീറ്റ് ഒന്ന് അഴിച്ചു നോക്കാം. ഇതിൻ്റെ അത് ചെറിയ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനൊന്ന് തുറക്കാൻ പറ്റുമോ? അപ്പോൾ ഇതാണ് ബാക്ക് സീറ്റ് അഴിച്ച് കഴിഞ്ഞാലുള്ള ഇത്. നമുക്കിത് ഫ്രണ്ട് സീറ്റ് അഴിക്കാനുള്ള ഒരു ചെറിയ ഹൂക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ വരുന്നത് എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഫ്രണ്ടിൽ സ്റ്റോറേജ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ടാങ്ക് അയക്കാനുള്ള ഇതൊക്കെയാണ് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ സീറ്റിൻ്റെ അടിയിൽ വരുന്ന കാര്യങ്ങൾ. നമുക്ക് ചെറിയ റൈഡൊക്കെ ചെയ്തിട്ട് നമുക്ക് വണ്ടീൻ്റെ റിവ്യൂ നന്നായിട്ട് നമുക്ക് നോക്കി നോക്കാം. എങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് വണ്ടി ഓടിച്ചത് നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കാണിക്കാം. ചെറിയൊരു കുന്നാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പോൾ കുന്ന് കയറുമ്പം തന്നെ നല്ല ഒരു ഇപ്പോൾ 3rd ഗിയറിലാണ് കയറുന്നത്. നല്ല ഒരു പുള്ളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല പവർഫുള്ളാണ് വണ്ടി. ഇപ്പം നല്ല പെർഫോമൻസാണ് ഫീൽ ചെയ്യുന്നത് ഗൈസ്. റോഡ് കുറച്ച് ചരലുള്ള റോഡാണ്, എന്നാലും നമുക്ക് നല്ലൊരു ചെറുതായിട്ടൊന്ന് തോട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു മൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഇനീഷ്യൽ പുള്ളിങ് കാര്യങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഗൈസ്. ഇപ്പോൾ 5th ഗിയറിലാണ് ഉള്ളത്. പക്ഷേങ്കിൽ നമുക്ക് ആ ഒരു വണ്ടി സ്ലോ ആകുമ്പോൾ ആ ഒരു കുത്തലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഞാൻ ഗിയർ ചേഞ്ച് ആക്കിയില്ല, ഇപ്പോഴാണ് ഗിയർ ചേഞ്ച് ആക്കിയത്. പിന്നെ ഷോക്കാണെങ്കിൽ നമുക്ക് നേരത്തെ ഇപ്പോൾ ചെറിയൊരു ഇതായിട്ടുള്ള റോഡിലൂടെ വന്നത്. അപ്പോൾ ഷോക്കിനും കാര്യമായിട്ടുള്ള വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ലൊരു സ്മൂത്ത് ഷോക്കിംഗ് ആണ്. നല്ല സീറ്റിംഗ്, കംഫർട്ട് സീറ്റിംഗ് ആണ്. നമുക്ക് നല്ലൊരു സ്പോർട്ടി ഫീലിംഗ് ആണ് നമ്മൾ ഈ സീറ്റിങ്ങിൽ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ബാക്കി ഇതൊക്കെ നോക്കി നോക്കാം. കുറച്ച് തോട്ട് കൊടുത്ത് നോക്കാം. നല്ല പാഞ്ഞ് കയറുന്നുണ്ട് സാധനം. നമുക്ക് ക്ലച്ചൊക്കെ ആണെങ്കിൽ ക്ലച്ചൊക്കെ നല്ലൊരു ഇതായിട്ടുള്ള ക്ലച്ചാണ്. ഇത് ക്ലച്ചിന് 3 ഓപ്ഷൻസ് ഉണ്ട്. ക്ലച്ച് കുറച്ച് ടൈറ്റ് വേണമെങ്കിൽ ടൈറ്റുള്ള ക്ലച്ച് വെക്കാം, കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ കുറച്ച് ലൂസായിട്ടുള്ള ക്ലച്ച്. അങ്ങനെ 3 ഓപ്ഷൻസ് ക്ലച്ചിനും ഫ്രണ്ടിലത്തെ ബ്രേക്കിനും ഉണ്ട്. അത്ര വലിയ ബാറോ അങ്ങനത്തെ ഫീലിംഗ് ഒന്നുമില്ല. ചെറുതായിട്ട് തൊടുമ്പം തന്നെ വണ്ടി നല്ല പെർഫോമൻസ് കാണിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു ചെറിയ സിറ്റി സ്റ്റൈലിലാണ് പോകുന്നത്. പക്ഷേ ഈ ഹീറ്റിൻ്റെ അങ്ങനത്തെ ഒരു ഫീലിങ്ങും ഇല്ല. നല്ല കൂളായിട്ട് തന്നെ വണ്ടി പോകുന്നുണ്ട്. ഞാൻ സ്പോർട്സ് മോഡിലാണ് ഇപ്പോൾ ഉള്ളത്. റെയിൻ മോഡാക്കി വണ്ടി കുറച്ച് ടൈറ്റായി വണ്ടി. അപ്പോൾ അർബൻ മോഡ് സിറ്റി മോഡിൽ വെച്ച് വണ്ടി സിറ്റി മോഡിൽ വെക്കുമ്പോൾ നമുക്ക് ആവറേജ് സ്പീഡ് വരുന്നത് ഒരു നമുക്ക്
നമുക്ക് കിലോമീറ്റേഴ്സ് ഇതിനകത്ത് മൈലേജ് കാണിക്കുന്നത് 43 കിലോമീറ്റേഴ്സാണ് ആവറേജ് കാണിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായ സ്പോർട്സ് മോഡാണ് ഗൈസ്. നമുക്ക് എന്താ അറിയില്ല, സ്പോർട്സ് മോഡ് ഇടുമ്പോൾ തന്നെ വണ്ടി ഭയങ്കര സ്മൂത്ത് ആവുക, നമുക്ക് കൂടുതലൊരു ഗ്രിപ്പ് കിട്ടുന്ന ഒരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നുന്നത്. വണ്ടി നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട് കുറച്ചും കൂടി നല്ല വണ്ടി ഓടിക്കുമ്പോൾ. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് അർബൻ മോഡ് എന്ന് പറയുന്നത് നമുക്ക് സിറ്റി സ്പീഡിലേക്ക് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡാണ്. നമുക്ക് കുറച്ച് ലോങ് ആയിട്ടുള്ള റോഡും നല്ല ഇതായിട്ടുള്ള ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് സ്പോർട്സ് മോഡ് ഇട്ടിട്ട് ഓടിക്കുമ്പോഴാണ് കുറച്ചും കൂടി നല്ലൊരു ഫീലിംഗ് കിട്ടുന്നത്. ഇപ്പോൾ നേരത്തെ കണ്ട ചെറിയ റോഡിലൂടെ ആണെങ്കിൽ നമുക്ക് അർബൻ റോഡും അർബൻ മോഡ് വെച്ചിട്ട് നമുക്ക് പോവാം. അപ്പോൾ ഇങ്ങനത്തെ റോഡിലൊക്കെ ആണെങ്കിൽ നമുക്ക് സിറ്റി സ്പോർട്സ് മോഡ് വെച്ചിട്ട് നമുക്ക് ഓടിച്ച് കഴിഞ്ഞാൽ നല്ല ഒരു ഫീലിംഗ് ഉണ്ട്. വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നല്ലൊരു ഫീലാണ് ഗൈസ്. ഒരു ബിഗിനർ ലെവലിലുള്ള നല്ലൊരു സ്പോർട്സ് ബൈക്കാണ് എൻ്റെ അഭിപ്രായത്തിൽ. നിങ്ങൾ ഹൈറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറച്ചും കൂടി നോക്കിയിട്ട് വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ചതിന് ശേഷം വണ്ടി ബുക്ക് ചെയ്യുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഒരു 10-15 കിലോമീറ്ററോളം നമ്മൾ ഓടിയിട്ട് ഇപ്പം വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ എൻജിൻ്റെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ തീരെ ഒരു ഹീറ്റ് എന്ന് പറഞ്ഞ സംഭവമില്ല. എൻജിൻ തൊടാൻ പറ്റുന്ന ഒരു ഇതാണ് ഉള്ളത്. കാരണം വെച്ചാൽ നമ്മളങ്ങനെ നല്ല റേസ് ചെയ്തിട്ടൊക്കെ നമ്മൾ ട്രൈ ചെയ്തതാണ്. കാരണം നല്ല കൂളിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കിൽ ഇരിക്കാൻ നല്ല സുഖമുള്ള സീറ്റിംഗ് ആണ്. നോർമലുള്ള സീറ്റിങ്ങിൻ്റെ പ്രശ്നമൊന്നുമില്ല. ഇതിൻ്റെ നോട്ട്സ് നോക്കി വെക്കാം. അടിപൊളി സൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. നല്ല ടോപ്പാണ്. ഇപ്പോൾ ഗൈസ് നമ്മളിപ്പം ചെറിയൊരു റൈഡൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളത്. നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സൂപ്പർ എക്സ്പീരിയൻസ് ആണ് എനിക്കിത് വണ്ടി ഓടിച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല ഇനീഷ്യൽ പുള്ളിങ് കൊടുക്കുന്നുണ്ട് വണ്ടി. പിന്നെ നമ്മൾ ഇത് കുറച്ച് നല്ല ഇതേപോലത്തെ റോഡ് നമ്മൾ വന്ന ഇതേപോലുള്ള റോഡൊക്കെ ആണെങ്കിൽ നമുക്ക് അർബൻ മോഡ് ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് വണ്ടി പോകുന്നുണ്ട്. അത് കൂടാണ്ട് നമ്മൾ കുറച്ച് നല്ല റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ സ്പോർട്സ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ വണ്ടീൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് ഗൈസ്, വേറെ ലെവലാണ്. അപ്പോൾ നമുക്ക് നിതിനെ പരിചയപ്പെടാം. നിതിൻ നമ്മളിനി അടുത്ത റൈഡൊക്കെ പോകുമ്പോൾ നിതിന് നമ്മൾ കൂടെ ഉണ്ടാവും. അപ്പോൾ റൈഡിനായിട്ട് തന്നെ നിതിൻ വാങ്ങിച്ച വണ്ടിയാണിത് അല്ലേ? അതെ, ഇതിന് വേണ്ടിയിട്ട് മാത്രം പഠിച്ചത്. നമ്മളിനി പല റൈഡുകൾ നമ്മൾ ഒരുമിച്ചുള്ള റൈഡുകൾ നമുക്ക് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോയും കാണുക. എല്ലാ വീഡിയോയും കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ എഴുതുക. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നല്ല രീതിയിൽ സപ്പോർട്ടും കാര്യങ്ങളും ചെയ്യാം. നമ്മൾ നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ മല്ലു ദ എക്കോ ഫ്രീക്ക് ചാനലിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ ബൈ.